നമ്മൾ കാർപ്പൻട്രി ജോയിൻറ്റ്സ് പഠിക്കാൻ പോവാണ്. കാർപ്പൻട്രി ജോയിൻറ്റ്സിൻ്റെ ഫസ്റ്റുള്ളതാണ് ലെങ്തനിങ് ജോയിൻറ്റ്. അതിനെ നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ ജോയിൻറ്റ് എന്ന് പറയാം. അത് ഈ പ്രിൻസിപ്പൽ റാഫ്റ്ററിലൊക്കെ കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലെങ്തനിങ് ജോയിൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. There are different types of lengthening joints. Lapped joints ഉണ്ട്, ഫിഷ്ഡ് joints ഉണ്ട്, സർഫസ് joints ഉണ്ട്, ടേബിൾ joints ഉണ്ട്. ഇനി ലാപ്ഡ് ജോയിൻറ്റ്സ് എന്താണെന്ന് നോക്കാം. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ജോയിൻ്റാണ്. അത് ഏതിലത്തെയാണ്? ലെങ്തനിങ് ജോയിൻറ്റിൻ്റെയാണ്. ലെങ്തനിങ് ജോയിൻറ്റ് ഫസ്റ്റാണ് ലാപ്ഡ് ജോയിൻറ്റ്. അത് രണ്ട് പാർട്ട് ഓഫ് ദ മെമ്പർ ഒരെണ്ണം മറ്റതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. വൺ മെമ്പർ ഇസ് പ്ലേസ്ഡ് ഓവർ ദ അതർ ഫോർ എ ഷോർട്ട് ഡിസ്റ്റൻസ്. അതാണ് ലാപ്ഡ് ജോയിൻറ്റ്സ്. വി നോ ഇറ്റ്. നെക്സ്റ്റ് ഇസ് ഫിഷ്ഡ് ജോയിൻറ്റ്. ഫിഷ്ഡ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഷ് പ്ലേറ്റ് വയ്ക്കുന്ന ഒരു സാധാരണ ഇതൊരു ബട്ട് ജോയിൻ്റ് ആണ്. ഈ ബട്ട് ജോയിൻറ്റിൻ്റെ ഇടയിലൊരു ഫിഷ് പ്ലേറ്റ് വയ്ക്കും. അങ്ങനെയാണ് ഫിഷ്ഡ് ജോയിൻറ്റ് വരിക. നെക്സ്റ്റ് ഇസ് സർഫസ്ഡ് ജോയിൻറ്റ്. സർഫസ്ഡ് ജോയിൻറ്റ് എന്ന് പറയുന്നത് നമ്മളെന്താ സർഫസ്ഡ് ജോയിൻ്റ് അല്ല, ഇറ്റ് ഇസ് സർഫ്ഡ് ജോയിൻറ്റ്. സർഫ്ഡ് ജോയിൻറ്റ് എന്ന് പറയുമ്പം എന്താണ് എൻഡ് ഓഫ് വൺ പീസ് ആർ ഒരെണ്ണം മറ്റൊന്നിൻ്റെ ഡിപ്രഷനിലേക്ക് കയറിയിട്ട് ദേ ജസ്റ്റ് ബോണ്ട് ഈച്ച് അതർ. നെക്സ്റ്റ് സ്റ്റേബിൾ ജോയിൻറ്റ്. വെൻ മെമ്പേഴ്സ് ആർ സബ്ജക്റ്റഡ് ടു ടെൻഷൻ ആസ് വെൽ ആസ് കംപ്രഷൻ നമ്മൾ ഈ ടേബിളിൽ ജോയിൻറ്റ് കൊടുക്കും. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ എന്താ കഴിഞ്ഞത്? ലെങ്തനിങ് ജോയിൻറ്റ് കഴിഞ്ഞു. ലെങ്തനിങ് ജോയിൻറ്റിൽ ഏതൊക്കെ ഉണ്ട്? ലാപ്ഡ് ജോയിൻറ്റ്, ഫിഷ്ഡ് ജോയിൻറ്റ്, സർഫസ്ഡ് ജോയിൻറ്റ്, ടേബിൾ ജോയിൻറ്റ്. നെക്സ്റ്റ് ഇസ് വൈഡനിങ് ജോയിൻറ്റ്. വൈഡനിങ് ജോയിൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബോർഡിങ് ജോയിൻ്റ് എന്നും പറയാം. അവർ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? ലെങ്തനിങ് ജോയിൻറ്റ് കൊടുത്തു. അതിലുള്ളതാണ് ലാപ്ഡ് ജോയിൻറ്റ്, ഫിഷ്ഡ് ജോയിൻറ്റ്, സർഫ്ഡ് ജോയിൻറ്റ്, ടേബിൾ ജോയിൻറ്റ്. നെക്സ്റ്റ് ആണ് വൈഡനിങ് ജോയിൻറ്റ്. വൈഡനിങ് ജോയിൻറ്റിലുണ്ടാണ് ബട്ട് ജോയിൻറ്റ്, റിബേറ്റഡ് ജോയിൻറ്റ്, ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻറ്റ്. ആ ലെങ്തനിങ്ങിൽ ഏതുണ്ട്? ലെങ്തനിങ്ങിലുള്ളതാണ് ലാപ്ഡ്, ഫിഷ്ഡ്, സർഫസ്ഡ്, ലാസ്റ്റ് ഇസ് വാട്ട്? ടേബിൾഡ്. ലാപ്ഡ്, ഫിഷ്ഡ്, സർഫസ്ഡ്, സർഫ്ഡ്, then it's tabled. Next is widening joint. Widening jointൽ വരുന്നതാണ് ബഡ് ജോയിൻറ്റ്, റിബേറ്റഡ്, ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻറ്റ്. ഈ ബഡ് ജോയിൻറ്റിൽ എന്ന് പറയുന്നത് ഒരേ പ്ലെയിനിലായിരിക്കും രണ്ടെണ്ണം ഉണ്ടാവുക. റിബേറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രൂവ്, റെക്റ്റാങ്കുലർ ഗ്രൂവ് ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ ഏതാണ് മെമ്പർ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിന് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഈ മെമ്പർ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡോറ്, വിൻഡോൻ്റെയൊക്കെ ഷട്ടേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ റിബേറ്റഡ് ജോയിൻറ്റ് വഴിയാണ്. നെക്സ്റ്റ് ഇസ് ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻറ്റ്. ഒരു ടങ് ഉണ്ടാവും, ഒരു ഗ്രൂവ് ഉണ്ടാവും, ദി ജോയിൻറ്റ് ലൈക്ക് ദാറ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡ്രോയിങ് ബോർഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ലെങ്തനിങ് ജോയിൻറ്റ്. ലെങ്തനിങ് ജോയിൻറ്റിലെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് പറയൂ? ലാപ്ഡ് ജോയിൻറ്റ്, ഫിഷ്ഡ് ജോയിൻറ്റ്, നെക്സ്റ്റ് സർഫ്ഡ് ജോയിൻറ്റ്, ടേബിൾഡ് ജോയിൻറ്റ്. നെക്സ്റ്റ് ഇസ് വാട്ട് ഈസ് കോൾഡ് ആസ് വൈഡനിങ് ജോയിൻറ്റ്. അതിൽ എന്തൊക്കെയുണ്ട്? പറയൂ. അതിൽ ടേബിൾ, റിബേറ്റഡ് ജോയിൻ്റ് ഉണ്ട്, ഫിഷ് ആൻഡ് ഗ്രൂവ് ഉണ്ട്, ഫസ്റ്റ് ഇസ് കോൾഡ് ബഡ് ജോയിൻറ്റ്. അപ്പോൾ നമ്മൾ വൈഡനിങ് ജോയിൻറ്റ് കണ്ടു, ലെങ്തനിങ് ജോയിൻറ്റ്. നെക്സ്റ്റ് ഇസ് ബിയറിംഗ് ജോയിൻറ്റ്. ബിയറിംഗ് ജോയിൻറ്റിൽ വരുന്നതാണ് ബിയറിംഗ് ജോയിൻറ്റ്സ് ആർ പ്രൊവൈഡഡ് വെൻ ടു മെമ്പേഴ്സ് മീറ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ്. അതിനാണ് ബിയറിംഗ് ജോയിൻറ്റ് കൊടുക്കുക. ഹാഫ്ഡ് ജോയിൻ്റ് ആയിരിക്കും. The joints are formed by cutting through half depth of the member meeting at right angles. ജോയിൻസിൻ്റെ ഒരു ഹാഫ് കട്ട് ചെയ്തിട്ട് ദേ ആർ ജോയിൻറ്റ്. അത് റൈറ്റ് ആംഗിളിൽ മീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ബിയറിംഗ് ജോയിൻറ്റ്സ് കൊടുക്കുക. ലെങ്തനിങ് ജോയിൻറ്റ് എന്തിനാണ് കൊടുക്കുന്നത്? ലെങ്തനിങ് ജോയിൻറ്റ് ലെങ്ത്ത് കൂട്ടാൻ. വൈഡനിങ് ജോയിൻറ്റ് എന്തിനാണ്? വൈഡ്ത്ത് കൂട്ടാൻ. ഈ ബിയറിംഗ് ജോയിൻറ്റ്സ് എന്താ കൊടുക്കുന്നത്? അത് റൈറ്റ് ആംഗിളിൽ മെമ്പർ മീറ്റ് ചെയ്യുന്ന സമയത്ത്. അതിൽ കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ചേസ് മോർട്ടിസ് ജോയിൻറ്റ്. ചേസ് മോർട്ടിസ് ജോയിൻറ്റ്. ഈ ചേസ് മോർട്ടിസ് ജോയിൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ആയിട്ടൊരു ടിമ്പർ ഉണ്ടെങ്കിൽ ആ ടിമ്പറിൽ കൊടുക്കുന്നൊരു ജോയിൻ്റാണ് ഈ ചേസ് മോർട്ടിസ് ജോയിൻറ്റ്. നെക്സ്റ്റ് ഇസ് കോഗ്ഡ് ജോയിൻറ്റ്. കോഗ്ഡ് ജോയിൻറ്റ് എന്ന് പറയുന്നത് പറയൂ? മെയിൻറ്റെയിൻ ഫുൾ ഡെപ്ത്ത് ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത്. നമ്മൾ ഫുൾ ഡെപ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോഗ്ഡ് ജോയിൻറ്റ് കൊടുക്കുന്നത്. ഫസ്റ്റ് ചേസ് മോർട്ടിസ് ജോയിൻറ്റ്. ചേസ് മോർട്ടിസ് ജോയിൻറ്റ് പ്രീവിയസ് ആയിട്ടുള്ളൊരു ടിമ്പറിൽ കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് ഇസ് കോൾഡ് കോഗ്ഡ് ജോയിൻറ്റ്. കോഗ്ഡ് ജോയിൻറ്റിൽ നമ്മൾ എന്താ ചെയ്യുക? ഫുൾ ഡെപ്ത്ത് മെയിൻറ്റെയിൻ കൊടുത്തിട്ട് സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ സെൻട്രൽ പോർഷൻ കുറച്ച് കൂടുതലായിരിക്കും, മീൻസ് ഡെപ്ത്ത് കൂടുതലായിരിക്കും, അപ്പോൾ സ്ട്രെങ്ത്ത് കൂടും.
നെക്സ്റ്റ് ഇസ് കോൾഡ് ഡബിൾ ടെനൻ ജോയിൻറ്റ്സ്. ലാർജ് സൈസ്ഡ് ടിമ്പേഴ്സിലാണ് ഈ ഡബിൾ ടെനൻ ജോയിൻറ്റ്സ് കൊടുക്കുക. നെക്സ്റ്റ് ഇസ് കോൾഡ് ഡൗട്ടെയിൽ ജോയിൻറ്റ്. പെട്ടെന്നൊരു ഡിസ്കണക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ വി വിൽ ബി യൂസിങ് വട്ട് ഡൗട്ടെയിൽ ജോയിൻറ്റ്സ്. നെക്സ്റ്റ് ഇസ് ഹാഫ്ഡ് ജോയിൻറ്റ്. ഹാഫ് ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹാഫ്ഡ് ജോയിൻറ്റ് നേരത്തെ പറഞ്ഞല്ലോ ബിയറിങ്ങിൽ വരുന്നത്. അതിൽ ഈ മെമ്പറിൻ്റെ ഹാഫ് കട്ട് ചെയ്ത് കളയും, കട്ട് ചെയ്തിട്ട് മറ്റേത് ജോയിൻ ചെയ്യും. നെക്സ്റ്റ് ഈസ് ഹൗസ്ഡ് ജോയിൻറ്റ്. ഹാഫ്ഡ് ജോയിൻറ്റ് എന്ന് പറയുന്നത് ഒരു ഹോൾ പീസ് വേറൊരു മെമ്പറിലേക്ക് ഇൻസേർട്ട് ചെയ്യും ഫോർ എ ഷോർട്ട് ഡിസ്റ്റൻസ്. അതാണ് ഹൗസ്ഡ് ജോയിൻറ്റ്. നെക്സ്റ്റ് ഈസ് ജോഗിൾ ടെനൻ ജോയിൻറ്റ്സ്. ദ ടെനൻ ഈസ് സ്മോൾ സോ ദാറ്റ് ദേ ഡു നോട്ട് എക്സ്റ്റെൻഡ് ടു ഫുൾ ഡെപ്ത് ഓഫ് ദ മോർട്ടീസ്. ഫുൾ ഡെപ്തിലേക്ക് അതിന് മോർട്ടീസും ഉണ്ടാവും ടെനനും ഉണ്ടാവും. ഓക്കെ, ഈ ടെനൻ അധികം ലെങ്ത് ഉണ്ടാവില്ല, അത് മോർട്ടീസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. നെക്സ്റ്റ് ഇസ് മോർട്ടീസ് ടെനൻ ജോയിൻറ്റ്. നേരത്തെ പറഞ്ഞെന്താ, ജോഗിൾ ടെനൻ ജോയിൻറ്റ്. ജോഗിൾ ടെനൻ ജോയിൻറ്റ്സ് ടെനൻ്റെ ഡെപ്ത് കുറവായിരിക്കും, അപ്പോൾ മോർട്ടീസിലേക്ക് ഫുള്ളായിട്ട് എൻ്റർ ചെയ്ത് പോവില്ല. അതാണ് ജോഗിൾ ടെനൻ. ഇനി മോർട്ടീസ് ടെനൻ ഉണ്ട്, അതാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പിന്നെ വരുന്നതാണ് നോച്ച്ഡ് ജോയിൻറ്റ്. ഒരു നോച്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതാണ് നോച്ച്ഡ് ജോയിൻറ്റ്. നെക്സ്റ്റ് ഇസ് ടസ്ക് ടെനൻ ജോയിൻറ്റ്സ്. അതിൽ ടസ്ക് പ്രൊജക്റ്റിംഗ് പോർഷനാണ്. ഹോൺ എന്ന് പറയുന്ന ഒരു ബിവൽഡ് പോർഷൻ എബവ്. അപ്പോൾ ആദ്യം ഒരു ടെനൻ ഉണ്ടാവും, ടെനൻ്റെ മുകളിലാണ് ഹോൺ ഉണ്ടാവുക, താഴെ ടസ്ക് ഉണ്ടാവും. ഈ ടിമ്പറിൻ്റെ ഫ്ലോർ കണക്ഷനിലൊക്കെ നമ്മൾ ഈ ടസ്ക് ടെനൻ ജോയിൻറ്റ്സ് ആണ് കൊടുക്കുക.